ഹലോ എവ്രിവൺ, ഫുഡ് ഹബിലെ മറ്റൊരു കിടു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫുഡ് ഹബിൽ വന്നിട്ടുള്ളത് ഒരു ഗാർലിക് ബ്രെഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ഡൊമിനോസ് സ്റ്റൈൽ ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ സാധാ സ്റ്റൗവിൽ പാനിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതങ്ങനെ അപ്പോൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്നെങ്കിൽ കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഒരു 1 hour നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം 1 hour ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റാപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കയ്യിൽ വേണമെങ്കിൽ ഒരല്പം ഓയിലാക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്നങ്ങ് പരത്തിയെടുക്കണം. അപ്പോൾ ഒരല്പം പൊടി വിതറിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒരു അത്യാവശ്യം വേണ്ട വട്ടത്തിൽ ഞാനങ്ങ് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അലൂമിനിയം പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മുടെ ബട്ടർ പേപ്പർ അതേ സൈസിലങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങളടുത്ത് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരല്പം മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതേപോലെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പരത്തി വെച്ച മൈദക്ക് മുകളിലൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്കൊരല്പം മൊസറല്ല ചീസ് അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഒരു സൈഡിലായിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരത്യാവശ്യം ഒരു കനത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരല്പം ഒറിഗാനോ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരല്പം ചില്ലി ഫ്ലേക്സ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്നങ്ങ് സീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സൈഡിലും കുറച്ച് വെള്ളം അങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നങ്ങ് സീലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനങ്ങ് ഫോൾഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ സെൻറ്ററിലേക്ക് അങ്ങ് നീക്കി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യം ബട്ടർ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനോട് കൂടെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്നും കുറച്ച് മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒരല്പം പാപ്രിക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചുവന്ന ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചതാണ് പാപ്രിക്ക പൗഡർ. അതും കൂടെ അങ്ങ്
ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു കത്തി വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുക്കായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് കുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാന് നേരത്തെ തന്നെ 10 മിനിറ്റ് മുന്നേ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ഒരു തട്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴിയുള്ള ഒരു പാൻ എടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ പ്ലേറ്റ് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഇനി അതിന് ശേഷം നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ആ വരഞ്ഞ് കൊടുക്കുന്നതിൻ്റെ കാര്യം കുക്കായി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുള്ളൂ. നമ്മൾ ആ കുക്കാവുന്നതിന് മുന്നേ വരഞ്ഞ് കൊടുക്കുമ്പോൾ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടാവില്ല. പക്ഷേ കുക്കായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതേപോലെ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചൂടോട് കൂടി ഒരു ഡൊമിനോസ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കുന്നുണ്ട്. കണ്ടോ, നല്ല ചീസിയാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതുരുചിയുമായി വീണ്ടും കാണാം. താങ്ക് യു.